കയറുവാണ്. ഇതേ ആലപ്പുഴ നമ്മുടെ കടലിൻ്റെ തീരമൊന്നുമില്ല, കടൽ പോയി കായലിൻ്റെ തീരമൊന്നും അല്ല കേട്ടോ. ഇത് ഒഹായോയിലെ ഒരാളുടെ വീടിൻ്റെ താഴ്വശമാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങനെ കയറി നമ്മുടെ നാട്ടിലൊക്കെ കൽപ്പാടിയൊക്കെ കെട്ടിട്ടില്ലേ, മേളിലോട്ട് കയറി പോകണം വീട്ടിലോട്ട്. മേളിൽ നോക്കിക്കേ, ആൻറ്റിയും സൈച്ചാനും നിന്നത് അവിടെ. അവരുടെ ആൻറ്റിയുടെയാണ് കേട്ടോ വീട്. താഴെ കൂടെ താറാവുകളൊക്കെ ഇങ്ങനെ ഈ പുഴയിൽ കൂടി ഇങ്ങനെ കായലിൽ കൂടെ ഇവിടെ ഇങ്ങനെ പറക്കുന്നു. എന്താ രസമെന്നറിയാമോ, നമ്മുടെ നാടിൻ്റെ അതേ. അപ്പോൾ പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ മേളിലോട്ട് കയറിപ്പം സെലിനാൻറ്റി സൈച്ചാനും സ്കെല്ല് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സൺഡേ ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഞങ്ങൾ ചർച്ച കഴിഞ്ഞിട്ടാണ് സെലിനാൻറ്റിയുടെ വീട്ടിൽ പോയത് കേട്ടോ. അപ്പം ആണെങ്കിൽ എല്ലായിടത്തും ചുറ്റുമുണ്ടല്ലോ നിറച്ച് ട്രീകളും പ്ലാന്റ്സും എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുടമുല്ലയൊക്കെ കണ്ടാൽ കൊതി വരും കേട്ടോ. അതിനെല്ലാം അപ്പുറത്തുണ്ടല്ലോ ജോഷിക്കുട്ടൻ ഇവിടെ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക കേട്ടോ. പിന്നെ നല്ലൊരു ആമ്പൽക്കുളത്തിനകത്ത് ചെറിയൊരു കുളം, എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ ടെക്സാസിലെ വീട്ടിലും ഓരോ ആമ്പൽക്കുളം ഉണ്ടാക്കണമെന്നുള്ളത്. അതിനകത്ത് നോക്കിയപ്പം ആൻറ്റി കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഞാൻ മെയിനായിട്ട് വന്നതുണ്ടല്ലോ ഇത് ഈ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് എങ്ങനെയാണ് ആൻറ്റി മെയിൻറ്റെയിൻ ചെയ്തതെന്ന് അറിയാനാണ്. ഇത് കണ്ടോ, ഫാഷൻ ഫ്രൂട്ട് നിറച്ച് വിളഞ്ഞ് കിടക്കുകയാണ്. വിളഞ്ഞല്ല, മുഴുത്ത് കിടക്കുന്നു. അത് ഓൾറെഡി ആൻറ്റി പറയുന്നത് കിട്ടത്തില്ല, കാരണം തണുപ്പ് വീഴുക ഇവിടെ ഓൾറെഡി. വലിയ ഡാലിയകൾ, നല്ല പൂക്കൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല പൂക്കളും ഞാൻ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അടിപൊളി ആൻറ്റി എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ ഈ സെലിനാൻറ്റിൻ്റെ എൻ്റെ ഒരു കൊളീഗിൻ്റെ മമ്മിയാട്ടോ സെലിനാൻറ്റി. ഞാൻ ഒഹായിലുണ്ടായിരുന്നപ്പോഴേ. അപ്പം സെലിനാൻറ്റിയുടെ വീട്ടിൽ സെലിനാൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നെങ്കിലും എനിക്ക് സെലിനാൻറ്റിയുടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ആ കേടങ്ങ് തീർത്തു കേട്ടോ. ആൻറ്റി ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്, സിൻഹത്തായ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തായ് ഫുഡ്സാണ് ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ലഞ്ചിന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. ഓറഞ്ച് ചിക്കൻ, പിന്നെ കരിക്കിനകത്ത് ഷ്രിംസും കൊണ്ടുള്ള ഒരു കറി, പിന്നെ വഴുതനങ്ങായും പാവയ്ക്കായും ബീഫും കൂടെ ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ. ആദ്യമായിട്ട് ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. തായ് ഫുഡ് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ്. താങ്ക് യു ആൻറ്റി.